ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എസ്റ്റർഡേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഷാനവാസിക്കയുടെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. റോയൽ സിനിമ ന്യൂ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ചിൻ്റെ ഒരു ഇവൻ്റാണ് നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ അതിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ, ഷാനവാസിക്കയെ പുറമെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മാസ്റ്റർ പീസിൻ്റെ നിർമ്മാതാവ് ഉണ്ടായിരുന്നു, ഷമി തിലകൻ്റെ മോൻ അഭിമന്യു ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് നമ്മുടെ ആ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്കയെ സ്റ്റേജിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, നമ്മളെപ്പോലുള്ള പ്യൂർ ആൻഡ് ജെനുവിൻ ഫാൻസിന് ഷാനവാസൊക്കെ തന്ന ഒരു ചെറിയൊരു സർപ്രൈസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രൊജക്ട്സ് വരുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഷാനവാസൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇപ്പോഴല്ല, എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട്, എന്തൊക്കെയാണ് സ്ഥിരീകരണം അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആൻഡ് ഓൾസോ നമ്മൾ പൂജ എന്ന് പറഞ്ഞൊരു ഫിലിം വിച്ച് ഇസ് ഡയറക്റ്റഡ് ബൈ ഹുസൈൻ സല, അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതിൻ്റെ ഒരു വീഡിയോസിൽ അതിലും ഷാനവാസിക്കയുണ്ട്. സോ ഷാനവാസിക്കയുടെ ഈ 2026 അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വരട്ടെ, അല്ലെങ്കിൽ പ്രൊജക്ട്സ് എല്ലാം വരട്ടെ, നല്ല നല്ല പ്രൊജക്ട്സ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൊമൻസ് എന്ന് പറഞ്ഞാൽ 90% അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻസ് ആണ്. ബാക്കിയുള്ള 10% അത് പോട്ടെ, നമുക്ക് ഇഗ്നോർ ചെയ്യാം. അത് കുരു പൊട്ടുന്നവർക്കുള്ള കൊമൻസ് തന്നെയാണ് അത്. ആൻഡ് ഓൾസോ ഷാനവാസിക്ക മീഡിയസിനോടുള്ള ആ റെസ്പെക്റ്റും എളിമയൊക്കെ നമ്മൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ വിട്ടു പോകാത്തെന്നുള്ള റീസൺ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും, പൊന്നമ്മ ചേച്ചി ആവട്ടെ, ഹിറ്റ്ലറിലെ ആ ബ്രോ ആവട്ടെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കത്തില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഈവൻ ഒരു ചായ കൊടുക്കുന്ന ഒരു ചേട്ടനാണെങ്കിൽ തന്നെ അദ്ദേഹത്തിനാണ് പ്രശ്നം വന്നെങ്കിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കും, വേറെ ആരെയും നോക്കാതെ. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരെ ഒരു കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു വെൽബീങ്, അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ മീഡിയസിന് അദ്ദേഹം തന്ന ആ റെസ്പെക്റ്റ്, അദ്ദേഹം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞത്, എല്ലാവരും അടിച്ച് പൊളിച്ചതൊക്കെ ചോദിച്ചത്, നല്ല റെസ്പെക്റ്റോടെ എളിമയോടെ ഒരു സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പേഴ്സണിൻ്റെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നല്ലൊരു ഘടകം, പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് ജാട കാണിച്ച് അങ്ങനൊന്നുമല്ല. അതാണ് ഷാനവാസിക്ക എന്ന് പറയുന്നത്. ഷാനവാസിക്ക എന്ന് പറയുന്നത് 15 ഇയേഴ്സോളം ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോഴും ഇപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെൽബീങ്, അതായത് കോ ആക്ടേഴ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതലാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിനെ ബിഗ് ബോസിലും കണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഷാനവാസിക്കയ്ക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് 2026 എന്തായാലും നടക്കട്ടെ, എല്ലാം നല്ല നടക്കട്ടെ. നല്ല എന്താ പറയുക, നമുക്കൊരു സർപ്രൈസ്, ഭയങ്കര ഹാപ്പിയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. സോ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫാൻസിന് അത് ഭയങ്കര ഒരു ആശ്വാസമായി എന്ന് കോമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സോ അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും 2026 നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു ഇവൻറ്റിൽ വന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരുപാട് പേരെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് നമ്മൾ കണ്ടു. എല്ലാവരെയും ഇപ്പം അദ്ദേഹം എത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ആങ്കർ പറഞ്ഞിരുന്നത്, മീശ പിരിക്കാൻ പറഞ്ഞത്, അദ്ദേഹം അതും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഒരു ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് നല്ല നല്ല ഹിറ്റുകൾ കൊണ്ടുവരാനായിട്ട് ഷാനവാസിക്കയുടെ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ കുറച്ച് എന്ന് പറയുന്നത്, കുറേ ഡീഗ്രേഡിംഗ് ആയിട്ടുള്ളൊരു കൊമൻസ് ഞാൻ കണ്ടു. ആ പൂജ എന്ന് പറഞ്ഞൊരു ഇതിൽ വേറെ ആരെയും കണ്ടില്ലല്ലോ എന്നൊക്കെയുള്ളൊരു കൊമൻസ് ഞാൻ കണ്ടു. അത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്താണെന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾ തോക്കിക്കടി വെറി വെക്കാതെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ഷാനവാസിക്കയുടെ എന്താ പറയുക നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. അതായത് എന്തായാലും ഒരു സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്നാണ്. ഷാനവാസിക്കയുടെ കരിയറിൽ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ലൊരു ഇയർ തന്നെ ആയിരിക്കും, ഒരു തുടക്കം തന്നെ ആയിരിക്കും 2026 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2025 അദ്ദേഹം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള അച്ചീവ്മെൻറ്റ് കൊണ്ടുവരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എന്തായാലും 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട്. ബിഗ് ബോസിന് ശേഷം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫാൻസ് ഉണ്ട്. അതൊക്കെ മതി അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ്, അദ്ദേഹം ഫേക്കാണ്, ഷോനവാസാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഞാനാണ് ഷോനവാസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പോകട്ടെ, അദ്ദേഹം ഇന്നലെ വന്ന് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞിരുന്നു ആ പുള്ളിക്കാരൻ. ഞാൻ ആ കമൻറ്റ് ഇവിടെ വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ എല്ലാവരും സ്നേഹം പരക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരും ഒരു ഹ്യൂമൻ ബീങ് ആണ്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, പലരും സിനിമയിലേക്ക് കയറുന്നു, നിങ്ങൾക്ക് എന്താ ഇത്ര ഇത് എന്നാൽ പിന്നെ നമ്മൾ ആരും സിനിമ കാണണ്ടല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സിനിമയിലേക്ക് കയറുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. പ്രത്യേകിച്ച് ഷാനവാസിക്ക എന്ന് പറയുന്നുള്ള നല്ലൊരു ഹ്യൂമൻ ബീങ്, ഇത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള, ഇത്രയും മറ്റുള്ള ആൾക്കാർക്ക് അത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാൾ സിനിമയിലേക്ക് വരണം എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് വലിയൊരു ഡ്രീമാണത്.
അത് ഓൾസോ ബിഗ് ബോസിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലൊരു ഇത് വന്നാൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്കൊക്കെ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ തന്നെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടുള്ളതാണ്. എന്ത് നല്ല വ്യക്തമായിട്ടും നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അദ്ദേഹം കഥ പറയുന്നത്. സാബുമാൻ എന്ന് വന്നിട്ട് കഥ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിനല്ല കിട്ടിയത്, അതൊക്കെ ഓരോ കളികളാണ്. അദ്ദേഹം ആ കഥ പറഞ്ഞെന്ന് വെച്ചാൽ ആ ഒരു നിമിഷം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ടാണ് അദ്ദേഹം ഒരു കഥ നമ്മൾ ആ സ്ക്രിപ്റ്റ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുവാണെന്ന് ആ സ്റ്റേജിൽ പറഞ്ഞു. ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് ആൻഡ് ഓൾസോ നമുക്ക് എന്തായാലും നല്ലൊരു എന്താ പറയുക ഫ്യൂച്ചർ ഷാനവാസിക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈവൻ ഷാനവാസിക്ക് ഇപ്പോൾ കൊച്ചിയിലുണ്ട്, കുറച്ച് മാസങ്ങൾ അദ്ദേഹം കൊച്ചി കാണും. ആൻഡ് നെക്സ്റ്റ് ലക്ഷ്മിയുമായിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിവേ ഷാനവാസിക്കയുടെ അപ്ഡേറ്റ്സ് എല്ലാം ഈ ചാനലിലൂടെ അറിയുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ